Excellent film, excellent acting, excellent story. I love this film too much. നല്ല പടം നല്ല പടം നന്നായിരുന്നു. നല്ല അഭിനയം. എല്ലാവരും നവാസും വൈഫും നല്ല സൂപ്പർ നല്ല നല്ല അഭിനയ സാധ്യതയുള്ള സൂപ്പർ സൂപ്പർ നല്ലൊരു തീമാണ്. ആനുകാലിക കാലഘട്ടത്തിൽ സാധാരണക്കാരെ അറിയേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് പച്ചയായിട്ട് അവതരിപ്പിച്ചത്. പുതിയൊരു തീമാണ്. സൂപ്പർ, നന്നായിട്ട് ഗംഭീരം. നല്ല സിനിമയാണ്. ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കേണ്ട കഥയാണ് ആ സിനിമയിൽ. അടിപൊളി. രഹനയുടെ വാപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു. നല്ല സിനിമയാണ്. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഒരുപാട് നല്ല ആശയങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. മതപരമായിട്ടുള്ള ചില അനാചാരങ്ങൾക്കെതിരെയൊക്കെയുള്ളൊരു സിനിമയാണ്. പ്ലസ് നമ്മുടെ ലൈഫിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള സ്ട്രഗിള് സംഭവങ്ങളൊക്കെ ഒരു രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. നവാസും രഹനക്ക് പിന്നെ ഓൾറെഡി ആക്ടേഴ്സാണ്, പക്ഷേ നമുക്കിതുവരെ കാണാത്ത ചില മുഖങ്ങൾ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ ആളുകൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. ഞാൻ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഞാൻ എന്താ പറയാ, ഒരുപാട് സന്തോഷം. എല്ലാവരും സിനിമ കണ്ടവരൊക്കെ ചേർത്ത് പിടിച്ച് കണ്ണ് തുടച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നാണ്. വളരെ റയറാണെങ്കിൽ കിട്ടാന്നുള്ളത് പെർഫോം ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ റയറായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഒരുപാട് സന്തോഷം. ഡയറക്ടർ സിറാജ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ സലീംക, എല്ലാവരുള്ള പ്രത്യേകം നന്ദി, സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞാനും രഹനയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വ്യക്തമായ കഥാപാത്രം തരാൻ സന്മനസ് കാണിച്ച എല്ലാവരോടും നന്ദി പറയുക. രഹന എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നേരത്തെ മൂവി കണ്ടിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ഫീൽ ഉണ്ട്. സന്തോഷമായി. ഒക്കെ ബാക്കി എല്ലാവരോടും ചോദിക്കും. ഞങ്ങൾ എന്തായാലും ചെയ്തതല്ലേ. ഇത് ഫാദറിലെ രഹനയുടെ വാപ്പയാണ് ഹസന. ഞാൻ ആദ്യമായിട്ടാണ് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു റോള് ചെയ്യുന്നത്. വളരെ സംതൃപ്തിയുണ്ട്. പടം നല്ല നന്നായിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ഒരു സോഷ്യൽ റീഫോം നടക്കണമെങ്കിൽ, സാമൂഹ്യ ഒരു നവോത്ഥാനം നടക്കണം എന്നുണ്ടെങ്കിൽ അത് സാമുദായിക പരിഷ്കരണത്തിൽ കൂടി മാത്രമാണ് നടക്കുകയുള്ളൂ. അതിന് ബെറ്റർ ഒരു മെസ്സേജാണ് നൽകിയിരിക്കുന്ന സിനിമ. അഭിനയം ഇഷ്ടപ്പെട്ടോ? അഭിനയം ഇഷ്ടപ്പെട്ടു. ആക്ടിംഗ് ഒക്കെ എല്ലാം നല്ലതായിരുന്നു. ഒരു സ്വാഭാവികതയുണ്ട് എല്ലാവർക്കും. നല്ല പടമായിരുന്നു. കണ്ടിരിക്കാൻ തോന്നും. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പടം. എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നന്നായി അഭിനയിച്ച ഒരു സിനിമ. വളരെ കയ്യടക്കത്തോടുകൂടി ചെയ്ത സംവിധാനം. സമൂഹത്തിന് നല്ല മെസ്സേജ് നൽകുന്ന സിനിമയാണ്. നല്ല സിനിമയാണ്. ഇമോഷണൽ ഫാമിലി ഡ്രാമയാണല്ലോ എല്ലാം കാണുന്ന സിനിമ. വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. നമ്മുടെ നിയാസ് സാറ് പുതിയൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് നല്ല ഡയറക്ഷൻ, അത് ക്യാമറ വർക്ക് ആണെങ്കിലും ഗംഭീരം. കലാഭവൻ നവാസ് വേറെ ലെവലാണ്. അദ്ദേഹം എന്താ പറയുക, നേരത്തെ ആണെങ്കിലും രഹന കലാഭവൻ നവാസ് ജോഡിയുടെ പല കണ്ണാടിക്കടവത്ത് പോലത്തെ സിനിമകൾ വന്നിട്ടുണ്ട്. വീണ്ടും ആ ജോഡി തിരിച്ചു വന്നിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞ്. അവിടുത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കോർത്തിണക്കി ഉള്ളൊരു സിനിമയാണ്. ശരിക്കും ഫീൽ ചെയ്യും പടം. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അജീഷ് കോട്ട എന്ന മിമിക്രി കലാകാരൻ നല്ലൊരു വേഷം കിട്ടിയിട്ടുണ്ട്. നല്ല സിനിമ. ഇഴ എല്ലാവരും കാണും. വളരെ നല്ല സിനിമയായിരുന്നു കേട്ടോ. സന്തോഷത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെയോ കരച്ചിലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളോട് ജീവിതം കടന്നു വന്നൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത്രയും നല്ലൊരു പ്രമേയം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കുന്ന, അതായത് ചൂഷണം ചെയ്യണവരും സത്യസന്ധരായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ യഥാർത്ഥമായിട്ടുള്ള കഥകളാണ്. അവർക്ക് മോഹങ്ങൾ വരുമ്പോൾ വരുന്ന വിഷമങ്ങൾ, അതിൻ്റെ അന്ധവിശ്വാസങ്ങളിലൂടെ പോകുമ്പോൾ കുറേ വരുന്ന മനസ്സിലുണ്ടാകുന്ന വ്യതിചലനങ്ങൾ, സത്യം എന്താണെന്നും അന്ധവിശ്വാസം എന്താണെന്നും വേർതിരിച്ച് കാണിക്കുന്ന ഒരു സിനിമ. വളരെ നല്ല സിനിമ. ഇഷ്ടപ്പെട്ടു.
സാറ് പറഞ്ഞ പോലെ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്ന അന്ധവിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പം അത് ഈ പടത്തിൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രഹനാത്തായും നവാസ്കായും എന്താ പറയണ്ടേ, വേറെ ലെവലിലായിരുന്നു പടം. കൊള്ളാം. ജനങ്ങൾ കാണണം, കണ്ട് സപ്പോർട്ട് നൽകണം എന്ന് മാത്രം പറയും. നല്ലൊരു ചിത്രം, നല്ലൊരു വിഷയം. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ വരച്ച് കാണിക്കുന്ന ചിത്രം. എല്ലാ മതവിഭാഗങ്ങളിലും ഇതേപോലുള്ള അനാചാരങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടലുകൾ, യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് വരച്ച് കാണിക്കുന്ന ഒരു ചിത്രം. നവാസ്, അതേപോലെ തന്നെ രഹന, ഭാര്യ ഭർത്താക്കന്മാരായി ബിഗ് സ്ക്രീനിൽ വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നി. അതുപോലെ ഒരുപാട് പുതുമുഖങ്ങളും മത്സരിച്ച് തന്നെ അഭിനയിച്ചിരിക്കുന്നു. നല്ലൊരു വിഷയം ഡയറക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്നു. കഥയും അതേപോലെ ഡയറക്ഷനും ക്യാമറ വർക്കും എല്ലാം സൂപ്പറായിരുന്നു. പാട്ടുകളും അതിമനോഹരമായിരുന്നു. നല്ലൊരു നല്ല പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമയാണ്. നല്ല മെസ്സേജും സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ശക്തമായൊരു മെസ്സേജും ശക്തമായ താക്കീതൊക്കെയാണ് സിനിമ നൽകുന്നത്. പെർഫോമൻസും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നവാസിക്കാരുടെയും രഹനാത്താരുടെയും മറ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെയൊക്കെ പെർഫോമൻസ് കൊണ്ട് പണം വളരെ പിടിച്ചിരുത്തുന്നുണ്ട്. അതിമനോഹരമായ വൈകാരികവുമായ ഒരു ക്ലൈമാക്സ് സിനിമ സമ്മാനിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിജയിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്.